ഈ കേരളം നിലനിൽക്കണമെങ്കിൽ പണ്ട് MD പറഞ്ഞു, MD വാസുദേവൻ നായർ. ഈ കേരളം കണ്ട മഹാപ്രതിഭകളിൽ ഒരാളായിരുന്നു. ഇതിനിടെ കുറച്ചു മുമ്പ് അന്തരിച്ച MT വാസുദേവൻ നായർ കമ്മ്യൂണിസ്റ്റ് ഒന്നുമല്ല. അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു, പാർട്ടിക്കകത്തുണ്ടായിരുന്ന ചില പ്രശ്നങ്ങളും അത് വെച്ചുകൊണ്ടുള്ള പുറത്തെ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചില സംഭവ പരമ്പരകൾ നടന്നപ്പോൾ അദ്ദേഹത്തിനെ കാണാൻ വേണ്ടിയിട്ട് ചിലർ പോയിട്ട് പറഞ്ഞു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായി CPM-നെതിരായി ഒരു പ്രധാനപ്പെട്ട നോട്ടീസ് ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്, അതിൽ നിങ്ങൾ ഒപ്പിടണം എന്ന് കുറേ ആളുകൾ പോയിട്ട് MT വാസുദേവൻ നായരെ കണ്ടു പറഞ്ഞു. എല്ലാവരും വിചാരം എന്താ, MD ഇതിന്റെ മുമ്പിൽ ആദ്യം ഒപ്പിടുന്ന, എന്നിട്ട് ആദ്യത്തെ പേജ് ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഒപ്പിടാൻ, പ്രമാണിമാർക്ക് ഒപ്പിടാൻ വേണ്ടി. എന്നിട്ടാണ് ആ കടലാസം കൊണ്ട് MD വാസുദേവൻ നായർ അടുത്ത് പോയത്. വീട്ടിൽ ചാരുകസേരയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇരിക്കുമ്പോൾ ഇത് ഇങ്ങനൊരു പ്രമേയമുണ്ട്, ഞങ്ങളെല്ലാം ഒപ്പിട്ടിട്ടുണ്ട്, ഇനി നിങ്ങളെപ്പോലുള്ളവരുടെ കൂടി ഒപ്പ് ശേഖരിച്ച് ഞങ്ങളിത് പ്രസിദ്ധീകരിക്കാൻ കൊടുക്കുകയാണ് എന്ന് MD വാസുദേവൻ നായരോട്. ചാരുകസേര അദ്ദേഹത്തെ അറിയുന്നവർ ഞങ്ങൾ ആ വീട്ടിലെല്ലാം പോയാൽ കാണുന്നതാണ്. ഒരു ചാരുകസേരയുണ്ട്, ആ സ്ഥലയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, മൗനിയാണല്ലോ, ഒന്നും അധികം സംസാരിക്കില്ല. അവർ കൊടുത്ത കടലാസ് വായിച്ചു, ഒപ്പിടാൻ വേണ്ടിയിട്ട് കൊടുത്ത സ്ഥലവും കണ്ടു. ആ MD പറഞ്ഞു, ഞാനിതിൽ ഒപ്പിടില്ല. സംശയമൊന്നും ഉണ്ടായില്ല, ചില സംശയം ഉണ്ടായിരുന്നു, അവരെല്ലാം ഒപ്പിട്ടിട്ടുണ്ട് സംശയക്കാർ. MD പറഞ്ഞു, ഞാൻ ഇതിൽ ഒപ്പിടുന്ന പ്രശ്നമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റി വിമർശനമൊക്കെ ഉണ്ടാവും, പക്ഷേ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലെങ്കിൽ പിന്നെ ഈ കേരളമില്ല എന്ന കാര്യം നിങ്ങൾ ഓർത്തോ എന്ന് പറഞ്ഞത് ഞങ്ങളല്ല, പറഞ്ഞത് MT വാസുദേവൻ നായർ. ഈ കേരളമില്ലെങ്കിൽ, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലെങ്കിൽ ഈ കേരളം ഇല്ല. ഇതിനിടെ ദേവസ്വം ബോർഡിന്റെ ചെയർമാനായിട്ട് നമ്മൾ തീരുമാനിച്ച അതിനു മുമ്പേ തന്നെ അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു, ജയകുമാർ IAS. അദ്ദേഹം പറഞ്ഞു, ഈ നിസ്വ ജനവിഭാഗത്തെ ഒരു വർഗപ്രസ്ഥാനമായിട്ട് ശക്തിപ്പെടുത്തിയത്, തന്റെ അടി വർഗമാക്കിയത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഈ പാർട്ടിയില്ലെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതിയെന്ന്.